കോഴിക്കോട് രാമനാട്ടുകരയിൽ ബംഗാളിയായ 15-കാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പോലീസ് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണോ? 5 പേർ ചേർന്ന് ബലാത്സംഗം ചെയ്തെന്ന പരാതിയിൽ പെൺകുട്ടി മൊഴി മാറ്റിയത് ആരുടെ ഇടപെടൽ കാരണമാണ്? പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബംഗാളി പെൺകുട്ടിയുടെ കുടുംബം. ഒരാൾ മാത്രമാണ് പ്രതി എന്ന പോലീസിന്റെ വാദം തള്ളിയ മാതാപിതാക്കൾ കുട്ടിയെ അകാരണമായി കുടുംബത്തിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുകയാണെന്ന് ആരോപിച്ചു. ഒളിവിൽ പോയ മുഖ്യപ്രതിയെ പിടികൂടാൻ ഇതുവരെയും കഴിയാത്തതും പോലീസിന്റെ വീഴ്ചയാണ്. രാമനാട്ടുകരയിലെ മാളിൽ നിന്നും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ആൾ മാത്രമാണ് 15-കാരിയെ ബലാത്സംഗം ചെയ്തത് എന്നാണ് പോലീസ് പറയുന്നത്. കുട്ടിയെ മയക്കുമരുന്ന് നൽകി ബോധം കെടുത്തി പ്രതി താമസിക്കുന്ന കെട്ടിടത്തിൽ എത്തിച്ചാണ് ബലാത്സംഗത്തിന് ഇരയാക്കിയത്. സ്ഥലത്ത് ആ സമയം പ്രതിയുടെ കൂട്ടുകാർ ഉണ്ടായിരുന്നുവെങ്കിലും അവർ കുട്ടിയെ ഉപദ്രവിച്ചിട്ടില്ല എന്നും പോലീസ് പറയുന്നു. എന്നാൽ പോലീസിന്റെ വാദം കുട്ടിയുടെ കുടുംബം പൂർണ്ണമായും തള്ളുകയാണ്. പീഡനത്തിനിരയാക്കിയ ശേഷം വഴിയിൽ ഉപേക്ഷിച്ച കുട്ടി 5 പേർ തന്നെ പീഡിപ്പിച്ചതായി ബന്ധുക്കളോട് പറഞ്ഞിരുന്നു. പിന്നീട് എന്തുകൊണ്ട് മൊഴി മാറ്റിയെന്ന് അറിയില്ല. കേസിൽ അട്ടിമറി സംശയിക്കുന്നതായും കുട്ടിയുടെ അമ്മ പറയുന്നു. പീഡനത്തിനിരയായ കുട്ടി പോലീസിന്റെ സംരക്ഷണത്തിലാണ് കഴിയുന്നത്. നിരന്തരം ആവശ്യപ്പെട്ടിട്ടും കുട്ടിയെ കാണാൻ അനുവദിക്കാത്തതിലും ദുരൂഹതയുണ്ട് എന്ന് അമ്മ പറഞ്ഞു. पुलिस से झूठ बोला? हाँ, पुलिस झूठ बोला है। क्यों पुलिस झूठ बोला? क्यों झूठ बोला है क्या मालूम। पुलिस के साथ मेरा साथ पुलिस क्या काम कर रही है ना कर रही हो तो मेरे सुना ही नहीं, बोला ही नहीं है। अभी भी बेटी बोल रही है 5 आदमी। क्या बोला? 5 ने उसके छेड़छाड़ किया है, बलात्कार किया है, ऐसे बेटी ने बोला है। കേസിൽ നിർണായകമെന്ന് കരുതുന്ന ഹാർഡ് ഡിസ്ക് പ്രതിയുടെ സുഹൃത്തിന്റെ വീട്ടിലെ കിണറ്റിൽ നിന്നും കണ്ടെത്തിയിരുന്നു. ഫയർഫോഴ്സ് സ്കൂബ ഡൈവേഴ്സ് ആണ് പോലീസിന്റെ നിർദ്ദേശപ്രകാരം കിണറ്റിൽ ഉപേക്ഷിച്ച ഹാർഡ് ഡിസ്ക് കണ്ടെടുത്തത്. കുട്ടിയെ എത്തിച്ച പീഡനം നടത്തിയ കെട്ടിടത്തിലെ CCTV ദൃശ്യങ്ങൾ അടങ്ങിയതാണ് ഹാർഡ് ഡിസ്ക് എന്ന് കരുതുന്നു. ഇരയായ കുട്ടിയുടെ ദൃശ്യങ്ങൾ പ്രതി ബ്ലാക്ക്മെയിലിംഗിനായി പകർത്തിയതാണോ എന്നും സംശയമുണ്ട്. കേസിൽ മുഖ്യപ്രതി റിയാസിനെ സഹായിച്ചതെന്ന് കരുതുന്ന സുഹൃത്തിനെ മാത്രമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. റിയാസിനായി ഊർജിതമായി തെരച്ചിൽ നടക്കുന്നതായി പോലീസ് പറയുന്നു. പ്രതി അയൽ സംസ്ഥാനത്തേക്ക് കടന്നതായും സംശയമുണ്ട്. കഴിഞ്ഞ 19-നാണ് രാമനാട്ടുകരയിൽ താമസിക്കുന്ന ബംഗാളി സ്വദേശിനിയായ പെൺകുട്ടിയെ കാണാതായത്. അടുത്ത ദിവസം രാവിലെ ദേഹമാസകലം മുറിവുകളോടെ വീടിനടുത്ത് കാറിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുകയായിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്.